പൃഥ്വിരാജ് സുകുമാരനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു. വാട്ട് യു മീൻ ബൈ ഇല്ലാണ്ടാക്കൽ? അല്ല, സിനിമയിൽ നിന്നും ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു, സിനിമ നശിപ്പിക്കാൻ, സിനിമ കരിയർ നശിപ്പിക്കാൻ നോക്കുന്നു, സിനിമയിൽ ആരും അല്ലാണ്ടാക്കാൻ നോക്കുന്നു, സിനിമയിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നു. ഇത്രയൊക്കെയാണ് സംഭവം. പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, മല്ലിക സുകുമാരൻ, പൃഥ്വിരാജിൻ്റെ ദ ഗ്രേറ്റ് മദർ. അറിയാലോ പുള്ളിക്കാരത്തിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ എല്ലാം തുറന്ന് പറഞ്ഞ് ശരിയാണ്. പൃഥ്വിരാജ് തന്നെ പല ഇൻ്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ആളുമായിട്ട് ചാറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴല്ല, കുറച്ച് വർഷം മുന്നേക്ക് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ അമ്മയെന്നൊക്കെ വിളിച്ചിട്ടുണ്ടിരുന്നത്. ഇപ്പോഴും നമുക്ക് മനസ്സിലാത് തന്നെയാണ്. പക്ഷേ ആൾ പറഞ്ഞതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പൃഥ്വിരാജിനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് സിനിമാ പ്രേക്ഷകരല്ല. കാര്യം അങ്ങനെ ആർക്കും ഇപ്പോൾ സിനിമയിൽ ഫീൽഡിനകത്തുള്ളവരും ഇല്ലാണ്ടാക്കാൻ നോക്കണമെന്നാണ് പറയുന്നത്. അതിൽ അമ്മ സംഘടന പോലും ഇടപെടുന്നില്ല എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ഏത് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, അത് നല്ല ബഡ്ജറ്റിൽ ഇറങ്ങിയതാണ്. പടം പൊട്ടി, അതാണ് സംഭവം. ശരിക്കും ആ പടം ഞാൻ കണ്ടില്ല, എനിക്കത് കാണാനുള്ള താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പൃഥ്വിരാജിന് സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം. ഞാൻ കുറച്ച് നാൾ മുന്നേ പൃഥ്വിരാജിൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കാണൽ നിർത്തി. അത് എനിക്ക് തോന്നുന്നു ഞാൻ അവസാനം കണ്ടത് കടുവയാണെന്ന് തോന്നുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. കടുവ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതായത് 50 കോടി കളക്ഷനൊക്കെ നേടിയ സിനിമ തന്നെയാണ്. പക്ഷേ ആ സിനിമ ഒരിക്കലും ആ സിനിമയിൽ പോലും എനിക്ക് പൃഥ്വിരാജിൻ്റെ അഭിനയം കൺവിൻസിങ് അല്ലായിരുന്നു. ഒരു ടോട്ടൽ ഒരു സ്റ്റോറിയുടെ ഒരു സ്ട്രെങ്ത് കൊണ്ടും അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഓറ എല്ലാവരിലേക്കും, ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരിലേക്കും വരാറുണ്ട്. അത് പൃഥ്വിരാജിലേക്കും ആ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പടം കുഴപ്പമില്ലാണ്ട് കണ്ടു എന്നുള്ളതല്ലാണ്ട് പൃഥ്വിരാജ് ഒരു നായക നടൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ നായക നടനിലൂടെ ലീഡ് ചെയ്തൊരു സിനിമ അല്ല കടുവയെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, പടം എല്ലാം ഓക്കെയാണ്. പക്ഷേ പൃഥ്വിരാജിൻ്റെ അഭിനയം കയ്യിൽ നിന്ന് പോയി കിടക്കുവാണ്. അത് കുറേ നാളായിട്ട് പോയി കിടക്കുവാണ്. അത് എത്ര നാളായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി ഈ സിനിമയുടെ പല മേഖലകളിലേക്കും അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വലിയ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്കൊക്കെ പുള്ളി കൈകടത്തിയപ്പോൾ ഇനി പുള്ളിയുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് പുള്ളിക്ക് ഇതൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ട് പുള്ളി ഇതിലേക്കൊക്കെ കൈവച്ചതാണെന്നും എനിക്കറിയില്ല. പക്ഷേ പുള്ളി ഒരു കുറേ വർഷം മുന്നേ ചെയ്തിരുന്ന വെച്ചാൽ നല്ല നല്ല രസകരമായ റോളുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, അയാളും ഞാനും തമ്മിലെന്ന് പറഞ്ഞ സിനിമ അന്നും ഇന്നും അത് പൃഥ്വിരാജ് അല്ലാണ്ട് വേറെ ആൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അയ്യപ്പനും കോശിയിലെ അത് സച്ചിയുടെ പടമാണ്. അതെങ്ങനെയോ വന്ന് പെട്ടൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പടം പുള്ളി അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ, നല്ല രസകരമായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ അതിശയം തന്നെയാണ്. പിന്നെ ക്ലാസ്മേറ്റ്സൊക്കെ സൂപ്പറുമാണ്. ക്ലാസ്മേറ്റ്സിലെ സുഖം എന്നൊക്കെ പറയുന്നത് രസമാണ്. പിന്നെ അതേപോലെ അയാളും ഞാൻ തമ്മിൽ രവി തരകൻ, പിന്നെ മറ്റേ മുംബൈ പോലീസ് ഒക്കെ പിന്നെ പുള്ളിയുടെ ആ ഒരു പൗരുഷം കൊണ്ടൊക്കെ കയറിപ്പോയൊരു പടമാണ്. ആ ഒരു മാനറിസം കൊണ്ട് കയറിപ്പോയതാണ്. മെമ്മറീസും അത്ര വലിയ കാര്യമായിട്ട് പുള്ളി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ സ്റ്റോറി ബേസിൻ്റെ കാര്യങ്ങൾ കൊണ്ട് പോയതാണ്. പക്ഷേ രവി തരകൻ എന്ന് പറഞ്ഞ അത് അയാളും ഞാനും തമ്മിൽ സുഖു എന്ന് പറയുന്ന നമ്മുടെ ഇതൊക്കെ ക്ലാസ്മേറ്റ്സിലെ റോളൊക്കെ ഒത്തിരി പൃഥ്വിരാജിൻ്റെതായിട്ടുള്ള ഒരു ഇൻപുട്ട് ശരിക്കും നമുക്ക് മനസ്സിലാവും. പിന്നെ ആൾ നല്ലൊരു ഡയറക്ടർ ആക്ടർ ആയിരുന്നു ഒരു കാലം വരെ. നല്ല രീതിയിലൊക്കെ അത്യാവശ്യം മലയാള സിനിമയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പുള്ളീനെ. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ ആൾ ഭയങ്കര ഡ്രാമാറ്റിക്കാണ്. പുള്ളിയുടെ അഭിനയം കാണാൻ എത്ര നല്ല പടം എന്ന് പറഞ്ഞാലും ഈ പുള്ളിയല്ലേ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ സത്യം തിയേറ്ററിൽ ഇപ്പോൾ മടിയുണ്ട്. അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. കാര്യം ആൾ ചെയ്യുന്നുണ്ട്, ഫൈറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഫൈറ്റ്, അഭിനയം, ഡാൻസ്, റൊമാൻറ്റിക്, ഇതൊക്കെ കുഴപ്പമില്ലാണ്ട് എല്ലാ ഏരിയയിലും ടച്ച് ചെയ്ത് പോകണമെന്നല്ലാണ്ട് ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല. മൊത്തത്തിലൊരു ഡ്രാമാറ്റിക്കാണ്. പക്ക ഒരു നാടകം തന്നെയാണ് പുള്ളി ചെയ്യണമായിട്ട് തോന്നുന്നത്. അത് ചിലപ്പോൾ ഈ ബിസിനസ്സിൻ്റെ സിനിമയുടെ വളരെ വലിയ ബിസിനസ് സാധ്യതകളിലേക്ക് മനസ്സ് ഉണ്ടായതുകൊണ്ടാണെന്ന് അറിയില്ല. പുള്ളിക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവ് കൂടിയതുകൊണ്ടാണെന്നും അറിയില്ല. പുള്ളി പക്ക നാടകം തന്നെയാണ് സിനിമയിൽ ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സിനിമ കണ്ടിരിക്കാൻ വളരെ പ്രയാസമാണ്. കാണാൻ പോലും തോന്നാറില്ല. ഒന്നാമതേ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ തന്നെ മടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയും കൂടിയൊക്കെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഒന്ന് ലാലേട്ടൻ്റെ പടമാണ്, ദുൽഖറിൻ്റെ പടം കാണും. ദുൽഖറിന് എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല രസമാണ് ദുൽഖറിൻ്റെ അഭിനയം കണ്ടിരിക്കാൻ. അതേപോലെ ടോവിനോ ഭയങ്കര രസമാണ്. ടോവിൻ്റെ അഭിനയം നല്ലതാണ്. ഉണ്ണിമൂന്തൻ കുഴപ്പമില്ല. ഉണ്ണിമൂന്തൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ വരുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇത്രയൊക്കെയാണ് മലയാള സിനിമയിൽ കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ കാണാറുള്ള സിനിമകളെന്ന് പറയുന്നത്. ഇവരുടെ നല്ല സിനിമകളെന്ന് പറഞ്ഞാൽ പോയി കാണുന്നതിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കും. ബാക്കിയൊക്കെ എനിക്ക് തോന്നാറില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ.